ചാമ്പ്യൻസ് ട്രോഫിയുടെ ആരവങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ വമ്പാൻ വെച്ച് നേടി ഇന്ത്യ കപ്പടിച്ചു. ഇനി IPL മത്സരങ്ങളിലേക്ക് ഇന്ത്യ ആരാധകരും ഇന്ത്യൻ ക്രിക്കറ്റും കിടക്കുകയാണ്. ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി IPL മത്സരങ്ങളിലേക്ക്. അപ്പോൾ IPL മത്സരങ്ങൾ ആരംഭിക്കാനിരിക്കെ ഇന്ത്യൻ ടീമും ഇന്ത്യയിലെ ആരാധകരും എല്ലാം ഉറ്റുനോക്കുന്ന ഒരു ടീമാണ് ഗുജറാത്ത് ടൈറ്റൻസ്. അതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലാണ്. വരാൻ പോകുന്ന ഇന്ത്യൻ ടീമിൻ്റെ അല്ലെങ്കിൽ വരാൻ പോകുന്ന ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്ന പ്ലെയറാണ്. ഇപ്പോൾ എത്രത്തോളം ഉണ്ടാവും ഈ ഗുജറാത്തിൻ്റെ സാധ്യതകൾ? ഈ ഗുജറാത്തിൻ്റെ സാധ്യതകൾ പറയുമ്പോൾ തന്നെ ജിബിൻ പറഞ്ഞു കഴിഞ്ഞു, അത് ശുഭ്മാൻ ഗില്ലിൻ്റെ സാധ്യതകൾ കൂടിയാണ് വരുന്നതെന്ന്. അതങ്ങനെ തന്നെയാണ് വിലയിരുത്തേണ്ടത്. കാരണം 2022 കപ്പടിച്ച ടീം, 2023 പിന്നെ ഫൈനലിലെത്തിയിട്ട് റണ്ണേഴ്സായ ടീം, രണ്ടും ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി ആയിരുന്നു. 2024 പിന്നെ ശുഭ്മാൻ ഗില്ലിൽ ആദ്യമായിട്ട് ഇറങ്ങിയപ്പം 8ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ടീം കൂടിയാണ് ഗുജറാത്ത് ടൈറ്റൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടൂർണമെൻറ്റ് ഗില്ലിൻ്റെ ക്യാപ്റ്റൻസിക്കും ടീമിനും ഒരുപോലെ നിർണായകമാണ്. നമുക്കറിയാം ഇപ്പോൾ ടീമിൽ അത്ര മോശം ടീമായിട്ട് നമുക്ക് വിലയിരുത്തേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ രാജസ്ഥാനുണ്ടായ ജോസ് ബട്ട്ലർ ഉൾപ്പെടെയുള്ള ഒരുപറ്റം നല്ല താരങ്ങൾ, റാഷിദ് ഖാനെ പോലെ പിന്നെ നമുക്ക് മുഹമ്മദ് സിറാജിനെ പോലെ നല്ല താരങ്ങളുള്ള ടീം തന്നെയാണ് ഗുജറാത്ത് ടൈറ്റൻസ്. അതിൽ തുടക്കം നമുക്കറിയാം ഗില്ല് തന്നെയാണ്. അവരെ 2023 2022 മികച്ച രീതിയിൽ പ്രകടനം പുറത്തെടുത്തത് ഗില്ല് തന്നെയായിരുന്നു. ഗില്ല് തന്നെയാണ് ആ ടീമിൻ്റെ നെടുന്തൂണ്. അപ്പം കിരീട സാധ്യതകൾ ഒരുപാട് കൽപ്പിക്കപ്പെടുന്ന ഒരു ടീം തന്നെയാണ്. അതിൻ്റെ ഒപ്പം ഗില്ലിൻ്റെ ക്യാപ്റ്റൻസി കൂടി വിലയിരുത്തപ്പെടും. അതുകൊണ്ട് എന്തുകൊണ്ട് ഓരോ മത്സരവും മാർച്ച് 25 പഞ്ചാബിനെതിരെയാണ് അവരുടെ ആദ്യം മത്സരം വരുന്നത്. അന്നുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വിലയിരുത്തപ്പെടുന്ന ടീമുകളും താരങ്ങളിലും ഒന്നായിരിക്കും ഗില്ലും ഗുജറാത്ത് ടൈറ്റൻസും. അപ്പം വളരെ പ്രതീക്ഷയോടാണ് ഈ സീസണിലേക്ക് ഗുജറാത്ത് ആരാധകർ ഇറങ്ങുന്നത്. ഈ ഗുജറാത്ത് നിരയിലോട്ട് നോക്കുമ്പോൾ, ബാറ്റിംഗ് നിരയിലോട്ടൊക്കെ നോക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ രാജസ്ഥാൻ്റെ ഭാഗമായിട്ടിരുന്ന ബട്ട്ലറാണ് ഇത്തവണ ഗുജറാത്തിലുള്ളത്. അതായത് ഗുജറാത്തിൻ്റെ എല്ലാവരും ഗില്ലിനെ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു താരമായിരിക്കും ബട്ട്ലർ. ഓപ്പണിംഗ് ജോഡിയാണ്. പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരിക്കും ഒരു വമ്പൻ ഓപ്പണിംഗ് ജോഡിയായിരിക്കും. പക്ഷേ ഇവർക്ക് ശേഷം ഒരു വലിയൊരു ബട്ട്ലർക്കും ഗില്ലിന് ശേഷം ഒരു വലിയൊരു ബാറ്റിംഗ് കാഴ്ചവെക്കാനും പറ്റുന്ന താരങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥിതിവിശേഷമുണ്ട് അവരുടെ ബാറ്റിംഗ് ഓർഡറിൽ. കാരണം വെച്ചാൽ പിന്നെയുള്ളത് വരുന്നത് താരതമ്യേന അറിയപ്പെടാത്ത താരങ്ങളും അല്ലെങ്കിൽ വലിയ റെക്കോർഡുകളില്ലാത്ത താരങ്ങളുമാണ്. അതെ, അങ്ങനെ പറയാം. നമുക്ക് അങ്ങനെ വിലയിരുത്തി പറഞ്ഞു പോകാവുന്നേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ ബട്ട്ലറും ഗില്ലും അത് തന്നെയാണ് ടീമിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷനും ഏറ്റവും വലിയ ശക്തിയും. അപ്പം ഓപ്പണിംഗിൽ ഒരാൾ വീണ് കഴിഞ്ഞാൽ പിന്നെ മിഡിൽ ഓർഡറിലേക്ക് വരുമ്പോഴേക്ക് ആരുണ്ടാവും, ടോപ്പ് ഓർഡറിൽ മറ്റു താരങ്ങൾ ആരൊക്കെയാണെന്നുള്ള സംശയം അവിടെ ഉണ്ട്. ഇപ്പം കുമാർ പിന്നെ കുശാഗ്രനെ പോലെയുള്ള താരങ്ങൾ, ഈ അഞ്ജുത് റാവത്ത്, പിന്നെ നമ്മൾ പറഞ്ഞാൽ ഗ്ലെൻ ഫിലിപ്സ് ഉണ്ട്, ഈ താരങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. ഷാരൂഖ് ഖാൻ ഉണ്ട്. ഈ താരങ്ങളുടെയൊക്കെ പ്രകടനം ടീമിനെ വളരെ ആശ്രയിച്ചിരിക്കും. ഈ ബട്ട്ലറും പിന്നെ ഫിലിപ്സും കഴിഞ്ഞാൽ ഗില്ല്, പിന്നെ നമ്മുടെ ആഭ്യന്തര താരം ഗില്ലും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന ആഭ്യന്തര താരങ്ങൾക്ക് അവരെത്രത്തോളം ഫോമിലാണെന്നോ അല്ലെങ്കിൽ സ്ഥിരത കാണിക്കുന്ന താരങ്ങളാണോ എന്നുള്ള സംശയമുണ്ട്. അതാണ് ഒരു പ്രധാന തലവേദനയിൽ നിൽക്കുന്നത്. നേരെ കുറച്ച് ബോളിങ്ങിലേക്ക് പോകുമ്പോൾ റാഷിദ് ഖാൻ ഉണ്ട്, പിന്നെ മുഹമ്മദ് സിറാജ് ഉണ്ട്, റബാഡ ഉണ്ട്. ഇങ്ങനെ ഒരു പറ്റം പിന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തരായ ബോളർമാരുടെ ഒരു നിര തന്നെയാണ്. സ്പിൻ ബോളിങ്ങിൽ റാഷിദ് ഖാനും പേസ് ബോളിങ്ങിൽ റബാഡയും നയിക്കുമ്പോൾ നമുക്ക് വലിയ പ്രശ്നം വേണ്ടി വരുന്നില്ല. അപ്പം ബാറ്റിങ്ങിനേക്കാളും ബോളിങ്ങിനായിരിക്കും കൂടുതൽ എനിക്കൊന്ന് ശക്തി തന്ന ടീമാണ് ഇവർ വരുന്നത്. അപ്പം ടോപ്പ് ഓർഡറിൽ ഗില്ലും ബട്ട്ലറും കൂടി നൽകുന്ന തുടക്കം അത് മുതലാക്കാൻ ഷാരൂഖ് ഖാനാണ് മിഡിൽ ഓവർ മധ്യ ഓവറുകളിൽ റൺ ഉയർത്തേണ്ടത്. അവിടേക്ക് എത്തുമ്പോൾ ഫിലിപ്സ് നമുക്കറിയാം നല്ല, ഇപ്പം ഫിലിപ്സിൻ്റെ ഫീൽഡിങ് തന്നെ മതി. ഇപ്പം ബാറ്റിംഗ് അദ്ദേഹം എത്ര റൺ എടുത്തില്ലെങ്കിലും ഒരു 10-20 റൺ എന്തായാലും ഫീൽഡിൽ സേവ് ചെയ്യാൻ പറ്റുന്നതാണ് ഗ്ലെൻ ഫിലിപ്സ്. ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ നമ്മൾ കണ്ടാണ് റണ്ണേഴ്സ് ആയ ടീമിൽ അദ്ദേഹം കളിച്ച കോഹ്ലിയുടെയൊക്കെ ക്യാച്ച് എടുത്ത ഒരു അത്ഭുത ക്യാച്ച് എടുത്ത താരമാണ്. അപ്പോൾ ഫീൽഡിങ്ങിലേക്ക് വരുമ്പോൾ ടീം കുറച്ചുകൂടെ ശക്തി കൂടും. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഓൾറൗണ്ടർമാരുടെ ടീം കൂടിയാണല്ലോ. നമുക്ക് അധികം നിരാശപ്പെടേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ആഭ്യന്തര താരങ്ങൾ കൂടി കഴിവ് തെളിയിക്കാനുള്ള അവസരം കൂടിയാണ് IPL. അപ്പോൾ ഗില്ലിനും ബട്ട്ലർക്ക് ശേഷം ഈ വരുന്ന താരങ്ങൾക്ക് അവർക്ക് തിളങ്ങാൻ വേണ്ടി പറ്റും. ആഭ്യന്തര ടൂർണമെൻറ്റിൽ അത്ര മോശമല്ലാത്ത താരങ്ങൾ കൂടിയാണ് ഇവരൊക്കെ. കഴിഞ്ഞ സീസണിൽ ഗില്ലിൻ്റെ ഒരു മങ്ങിയ പ്രകടനം ആ ടീമിനെ മൊത്തത്തിൽ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 426 റണ്ണോ മറ്റാണെന്ന് ഗില്ലിന് നേടാനായത് മുഴുവൻ മത്സരങ്ങളിൽ നിന്ന്. അന്ന് ടീം 8ാം സ്ഥാനത്ത്, പോയിന്റ് ടേബിൾ 8ാം സ്ഥാനത്തോട്ടാണ് വേണ്ടത്. പക്ഷേ അതിന് മുമ്പത്തെ മത്സരങ്ങളിലൊക്കെ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയിരുന്ന ടീമാണ്. പക്ഷേ ഗില്ലിൻ്റെ ബാറ്റിംഗ് ആണ് അവരെല്ലാം 2023 റൺസ് ആയപ്പോൾ ഗില്ലായിരുന്നു ടൂർണമെന്റ്. അതിനുശേഷം സംബന്ധിച്ച് കഴിഞ്ഞാൽ ഗില്ല് ഫോം മങ്ങിയപ്പോൾ ക്യാപ്റ്റൻസിയുടെ സമ്മർദ്ദമാണെന്നുള്ള സംശയം കൂടെ നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം ഗില്ല് ബാറ്റിങ്ങിൽ ഫോം മങ്ങിയപ്പോൾ ടീം അങ്ങ് തകരുന്ന അവസ്ഥയുണ്ട്. പല മത്സരങ്ങളും ഭയങ്കര മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത്. പക്ഷേ ഗില്ല് പുറത്താവുന്നു, അല്ലെങ്കിൽ അത് തുടക്കത്തിന് പുറത്താവുന്നു, പിന്നെ ഉണ്ടാകുന്ന ടീമിൻ്റെ കൂട്ട തകർച്ചയാണ് പല മത്സരങ്ങൾ കണ്ടത്. ഈ തവണ അതിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ട്ലറും ഗില്ലിന് ശേഷം ഒരു വലിയൊരു പ്ലേയേഴ്സ് ആ ടീമിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ആരുമില്ല. പിന്നെ ഗ്ലെൻ ഫിലിപ്സിൻ്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം ഫീൽഡിങ്ങിൽ ആണ് ഇതുവരെയുള്ള ഒരു അറിയപ്പെടുന്ന ഒരു താരം. റുദർഫോർഡ് അവിടെ ഉണ്ട്, നമ്മളെ പേര് പറയാൻ വിട്ടുവേണ്. റുദർഫോർഡ് ടീമിലുണ്ട്. അദ്ദേഹത്തിന് നമുക്ക് ആശ്രയിക്കാവുന്നതാണ്. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ പിന്നെ ബാറ്റിങ്ങിൽ പോയിന്റുകളിലൂടെ റൺ ഉയർത്താൻ വേണ്ടി വരുന്ന താരമാണ്.
അപ്പം ബട്ട്ലർ കഴിഞ്ഞാൽ റുദർഫോർഡ് ടീമിലുണ്ട് 4 വിദേശ താരങ്ങൾക്ക് കളിക്കാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ താരങ്ങളാണ് ആദ്യ ലെവലിൽ ഇടം പിടിക്കുമെന്ന് കണ്ടിരേണ്ടി വരും. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് പോലും റുദർഫോർഡ് ടീമിൽ ഉൾപ്പെടുകയാണെങ്കിൽ അവിടെ ഒരു വലിയ ആശങ്കയ്ക്ക് ഇപ്പോൾ പരിഹാരം കാണാൻ റുദർഫോർഡിന് കഴിഞ്ഞേക്കും. നമ്മൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഷാരൂഖ് ഖാൻ്റെ ഒരു കാര്യമാണ്. ഇത്തവണത്തെ ഒരു IPL ഗുജറാത്ത് ടീമിൻ്റെ ഒരു എമർജിങ് പ്ലെയർ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു താരമാണ് ഷാരൂഖ് ഖാൻ. പക്ഷെ അതുപോലെ തന്നെ കളി പ്രത്യേകിച്ച് 2020 ഗെയിം ചേഞ്ചറായിട്ട് എപ്പോഴെന്നൊക്കെ പറയാവുന്നതാണ് റാഷിദ് ഖാൻ്റെ കാര്യം. ഇത്തവണ അദ്ദേഹത്തിൻ്റെ നമ്മൾ ക്രൂഷ്യലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഗുജറാത്ത് ടീമിൻ്റെ ഭാഗമാണ്. അദ്ദേഹത്തിന് ബോളിങ്ങിലും ബാറ്റിങ്ങിലും ആർക്കും ഒരു സംശയം വേണ്ട, അത്രയ്ക്കും മികച്ച പ്ലെയർ. ഈ നമ്മൾ പറയുമ്പോൾ ഒരു താരങ്ങളെ വിട്ടുവരുന്നുണ്ട്. നമ്മുടെ രാഹുൽ തെവാട്ടിയ ഉണ്ട്. അവരുടെ ബോളറായിട്ടാണ് ഇപ്പോൾ നമുക്ക് ടീമിൽ ഉൾപ്പെടുന്നവരെല്ലാം. അദ്ദേഹത്തിൻ്റെ നമുക്ക് രാജസ്ഥാനിൽ പണ്ട് കളിച്ചിരുന്നപ്പോഴൊക്കെ പിന്നെ ഒരു മിന്നൽ ഇന്നിങ്സുകൾ പോലെ പലപ്പോഴും നിർണായക ഇന്നിങ്സുകൾ പുറത്തുന്ന താരം കൂടിയാണ്. ബാറ്റിങ്ങിൽ സംഭാവന ചെയ്യാൻ വേണ്ടി രാഹുൽ തെവാട്ടിക്ക് കഴിഞ്ഞേക്കും. അതുകൂടി നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട്. ഈ പറഞ്ഞ ഷാരൂഖ് ഖാനൊപ്പം പിന്നെ മിഡിൽ ഓർഡറിൽ മധ്യ ഓവറുകൾ കളിക്കാൻ രാഹുൽ തെവാട്ടി ഉണ്ട്. പിന്നെ ആ റൺ ഉയർത്താൻ വേണ്ടി പറ്റും. ഇപ്പം പറഞ്ഞ പോലെ അഞ്ജു റാവത്ത് ആയാലും പിന്നെ T20 താരങ്ങൾ തന്നെയാണ്. അവരെ കഴിവിൽ പിന്നെ സംശയിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ പറഞ്ഞാൽ വലിയൊരു താരങ്ങളുടെ വലിയൊരു ഇന്നിങ്സ് പുറത്തെത്താൻ മറ്റു ടീമുകളെ പോലെ ഒരു ബാറ്റിംഗ് ഉണ്ടോ എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ ഗില്ലിൻ്റെ കേസ് പറഞ്ഞാൽ തന്നെ ഗില്ല് പുറത്തായാൽ ബട്ട്ലർ പുറത്തായാൽ എന്താണെന്ന് പറയുമ്പോൾ നമുക്ക് ബട്ട്ലർ നല്ല ഫോമിലേക്ക് കളിച്ചുകൊണ്ടിരുന്ന താരമാണിപ്പോൾ. ചാമ്പ്യൻസ് ട്രോഫിയിലായാലും അതിന് മുന്നേറ്റ പരമ്പരയിലും ബട്ട്ലർ ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനും ഈ ഗില്ലിൻ്റെ നോക്കിയാൽ ഗില്ല് ഒരു വലിയൊരു കരിയറിൽ ഏറ്റവും നല്ല ഫോമിലൂടെ കടന്നു വന്ന താരമാണ്. ഇപ്പോൾ കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിൽ ലാസ്റ്റത്തെ അവസാന 2 മത്സരങ്ങളിൽ തിളങ്ങാൻ വേണ്ടി പറ്റിയിട്ടില്ല. അത് ഉൾക്കൊള്ളുമ്പോൾ തന്നെ അതിന് മുന്നേയുള്ള ഇംഗ്ലണ്ടിൻ്റെ പരമ്പരയിൽ നമുക്കറിയാം അദ്ദേഹം കളിച്ചത് എങ്ങനെയാണ്. ഏകദേശം പരിമിതി ഓവർ ക്രിക്കറ്റിലാണ് കൂടി. ആ ഫോമുണ്ട്. പിന്നെ ഗില്ലിൻ്റെ ക്യാപ്റ്റൻസി ഇതും കൂടെ വരുമ്പോൾ അദ്ദേഹത്തിന് എത്രത്തോളം സമ്മർദ്ദം ഉണ്ടാവുന്നത് കഴിഞ്ഞ സീസണിൽ സംഭവിച്ചത് അതാണോ എന്ന സംശയങ്ങളൊക്കെ ബാക്കിയുണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ യുവതാരങ്ങളുടെ കഴിവിൽ പിന്നെ മാനേജ്മെൻറ്റ് വിശ്വസിക്കുന്നുണ്ട്. അതിനനുസരിച്ച് തന്ത്രങ്ങളായിരിക്കും ടീം മെനയുക. അത് നടപ്പിലാക്കാൻ ഗില്ലിന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ട്. പ്രസിദ്ധ് കൃഷ്ണയെ പോലുള്ള ബോളർമാരുണ്ട്. രാഹുൽ തെവാട്ടി ഉണ്ട്, റാഷിദ് ഖാൻ ഉണ്ട്, റബാഡെ ഉണ്ട്, സിറാജ് ഉണ്ട്. ബോളറിങ് നല്ല സ്ട്രെങ്തിൽ ബോളിംഗ് ഉണ്ട്. ആ ബോളിംഗ് തരാം ഒരു പിന്നെ ആവറേജ് റണ്ണ് ഭേദപ്പെട്ട ഒരു സ്കോർ ഉയർത്തിയാൽ അത് എറിഞ്ഞ് പിടിക്കാൻ പറ്റിയ ബോളർമാർ നമുക്ക് ടീമിലുണ്ട്. അതിന് ഫീൽഡിങ്ങിൽ ഫിലിപ്സ് പോലെ നമ്മൾ ഫീൽഡിംഗ് നന്നായി സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ എടുക്കാൻ ഗില്ലിനെ കൊണ്ട് കഴിഞ്ഞാൽ ടീമിന് പ്ലേ ഓഫ് എന്തായാലും സ്വന്തം കാണാൻ വേണ്ടി പറ്റും. അവിടെ വിക്കറ്റ് കീപ്പർമാരുടെ ഒരു നിര നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ബട്ട്ലർ തന്നെയായിരിക്കും ഇത്തവണ വിക്കറ്റ് കീപ്പ് ചെയ്യുക. കാരണം വെച്ചാൽ ഒരു ബാറ്റ്സ്മാൻ നമുക്ക് അധികമായിട്ട് ഉൾപ്പെടുത്താൻ പറ്റും. അല്ല ബട്ട്ലർ അഥവാ ഫീൽഡിലോട്ട് മാറുകയാണെങ്കിൽ അഞ്ജു റാവത്തിനായിരിക്കും സ്വാഭാവികമായിട്ടും സാധനം കിട്ടുക. പക്ഷേ ഒരിക്കലും അതിന് സാധ്യത വളരെ കുറവാണ്. കാരണം കുമാർ കുശക്കറി ഒരു പിന്നെ വിക്കറ്റ് കീപ്പർ തന്നെയാണ്. അത് നമുക്ക് എത്രത്തോളം ചാൻസ് അവസരം കിട്ടുന്നറിയില്ല. പക്ഷേ വിക്കറ്റ് കീപ്പർ ഉണ്ട്. പക്ഷേ ഒരു ബട്ട്ലറിന് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു വിക്കറ്റ് കീപ്പിംഗ് ബാറ്റ്സ്മാൻ ഇല്ല എന്നൊരു പ്രശ്നം അവിടെ ഉണ്ട്. അത് ഒരു സ്ട്രെങ്ത് ആയ താരമില്ല എന്നുള്ളത്. പക്ഷേ ടീമിന് വിക്കറ്റ് കീപ്പേഴ്സ് ഉണ്ട്. അത് ബട്ട്ലറിനെ പോലെ റൺ ഉയർത്താൻ പറ്റിയ താരമുള്ള പ്രശ്നമാണ് വരുന്നത്. പക്ഷേ നമ്മൾ പറഞ്ഞ ഷാരൂഖ് ഖാനും തിവാട്ടിയൊക്കെ ഉൾപ്പെടുന്ന ഓൾറൗണ്ടർമാർ ഉൾപ്പെടുന്ന ടീമിൽ ഈ മധ്യ ഓവറിൽ റൺ ഉയർത്താൻ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഒരു മത്സരമൊക്കെ മാറ്റി വരയ്ക്കാൻ പറ്റുന്ന താരം തന്നെയാണ് രാഹുൽ തിവാട്ടി. നമ്മൾ പലപ്പോഴും കണ്ടാണ് അവസാന നിമിഷങ്ങളിലൊക്കെ ടീമിനെ വിജയത്തിലേക്ക് അയക്കുന്നത്. ഹാർഡ് ഹിറ്റിങ്ങിന് പേര് കേട്ടൊരു താരം കൂടിയാണ് തിവാട്ടിയ. അപ്പം പിന്നെ തിവാട്ടി എന്നൊക്കെ പറഞ്ഞത് നമുക്ക് പഴയ രാജസ്ഥാൻ ടീമിലൊക്കെ കളിച്ച് നമുക്ക് ഓർമ്മയുണ്ട്. ആ രീതിയിലൊക്കെ ഇന്നിങ്സുകളൊക്കെ കളിക്കാനുണ്ട്. അപ്പം ബട്ട്ലറും ഗില്ലും ഒരു ഭേദപ്പെട്ട തുടക്കം നൽകിയാൽ റൺ ഉയർത്താൻ പറ്റിയ താരങ്ങളുണ്ട്. ഒരു ആവറേജ് റൺ എത്തിയാൽ തന്നെ പിടിച്ച് കെട്ടിയാൻ പറ്റിയ നല്ലൊരു ബോളിംഗ് നിരയുണ്ട്. ഇരിക്കുന്ന IPL ഏറ്റവും നല്ല മികച്ച ബോളിംഗ് റാഷിദ് ഖാൻ എന്നൊരു സ്പിന്നർ അവിടെ ഉണ്ട്. അതിന് റബാഡയും പിന്നെ ഈ പറഞ്ഞ സായ് സുദർശനും അങ്ങനത്തെ കുറേ ഒരുപാട് ഒരൊറ്റ താരങ്ങളുണ്ട്. ഓൾറൗണ്ടർമാരുടെ താരം ടീമാണ്. അപ്പം അവരൊക്കെ പിടിച്ചെടുത്താൽ ഒരു പ്ലേ ഓഫ് നമുക്ക് എന്തായാലും പിന്നെ ഗില്ലിന് സ്വപ്നം കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ഈ ബോളർമാരുടെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മളൊരു പറഞ്ഞൊരു മിസ്സായ പോയ പേരാണ് ഇഷാന്ത് ശർമ്മയുടെ പേര്. ഇഷാന്ത് ശർമ്മ ഇത്തവണ IPL ഗുജറാത്തിൻ ടീമിൻ്റെ ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലൊരു ശക്തമായ സാന്നിധ്യമായിരിക്കും. കഗിസോ റബാഡെ ഉണ്ട്. ഇഷാന്ത് ശർമ്മ ഒരു ഓപ്പണിംഗ് ബോളിംഗ് സ്പെല്ല് ആരംഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നല്ലൊരു ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് ഉണ്ടാകും. പിന്നെ വെച്ചാൽ റാഷിദ് ഖാനെ പോലെ ഒരു സ്പിന്നർ ഉണ്ട് എന്നുള്ളൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. കാരണം വെച്ചാൽ എത്ര പെട്ടെന്ന് ഗെയിം ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന വാട്ടിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ രാജസ്ഥാനിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയ ഒരു ഓവറിൽ പോലും കളിയുടെ ഗതി മാറ്റിമറിക്കാൻ കഴിയുന്ന താരങ്ങളാണ്. പക്ഷേ ഇവിടെ ആശങ്കയായിട്ടൊരു കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പണിങ്ങിൽ പെട്ടെന്നൊരു തകർച്ച ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ബാറ്റിംഗിൽ ആരെ പറഞ്ഞു കഴിഞ്ഞു. ഓപ്പണിംഗിൽ കഴിയുമ്പോൾ ഈ ഓൾറൗണ്ടർമാർ ഒരുപറ്റം ഓൾറൗണ്ടർമാരുണ്ട്. പിന്നെ ബാറ്റ്സ്മാൻമാർ പിന്നെ ഫിലിപ്സ് പോലുള്ള ബാറ്റ്സ്മാനുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ഈ തിവാട്ടി ആയാലും റാഷിദ് ഖാൻ ആയാലും ഇങ്ങനെ റൺ ഉയർത്താൻ പറ്റിയ ഒരു ഓൾറൗണ്ടർമാരുടെ പട്ടിക ഉണ്ടല്ലോ ഇവിടെ. അതിൽ വലിയ ആശങ്ക വരുന്നില്ല. ഒരു മികച്ച തുടക്കം പിന്നെ ഗില്ലോ ബട്ട്ലറോ ഒരു മികച്ച തുടക്കം നൽകിയാൽ മാത്രം മതി. ഒരു താരം നിന്ന് കളിച്ച് റൺ അടിച്ചാൽ തന്നെ ബാക്കി കൊണ്ടുപോകുന്ന താരങ്ങൾ ഇവിടെ ഉണ്ട്. അത് അത്ര വലിയ ആശങ്ക ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഗില്ലിന് ഭയങ്കര ക്രൂഷ്യലാണ് ഇത്തവണത്തെ IPL. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ ഗില്ലിൻ്റെ ഭാഗത്ത് വലിയൊരു ഇന്നിങ്സിൽ വലിയ പ്രകടനം IPL ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വളരെ എളുപ്പത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനം ഗില്ലിൻ്റെ കയ്യിൽ എത്തിക്കും. അതിന് നിലവിലത്തെ സാഹചര്യത്തിൽ ഗില്ലിന് അങ്ങനെ ഒരു പ്രതിസന്ധി ഒന്നും ഇല്ലെങ്കിലും IPL ഇത്തവണത്തെ ഇന്നിങ്സ് എന്നാ കാണിച്ചാലും ഗില്ലിനെ സംബന്ധിച്ചൊരു വലിയൊരു ചവിട്ടുപടിയാണ്. തീർച്ചയായും ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ടീമിന് ഉപനായകനായിട്ട് ഗില്ലുണ്ട്. ഈ
പക്ഷേ ഈ പറഞ്ഞ കഴിഞ്ഞ സീസണിൽ പിന്നെ 2 സീസണുകളിൽ ഫൈനലെത്തിയ ടീമിനെ 8ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് ഗില്ലിൻ്റെ കീഴിൽ. അപ്പം ഗില്ലിന് അവസരം തെളിയിക്കേണ്ടത് ഈ ടൂർണമെൻറ്റിൽ ഈ സീസണിലാണ് തെളിയിക്കേണ്ടത്. അത് തെളിയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ രാജകുമാർ എന്ന് അറിയപ്പെടുന്നത് ഇപ്പം ഗില്ല്, നമുക്ക് അങ്ങനെ പറയാം. അപ്പോൾ പരിമിത ഓവർ ക്രിക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം അതിന് സാധൂകരിക്കുന്ന പ്രകടനം തന്നെയാണ് വരുന്നത്. അപ്പം ക്യാപ്റ്റനായിട്ട് സെലക്ടർമാർ കാണുന്നൊരു താരം ഇവിടെ മികവ് തെളിയിച്ചാൽ ഒരു സംശയമില്ല, ഇപ്പം ജിബി പറഞ്ഞത് തന്നെ അടുത്ത ക്യാപ്റ്റൻ ഗില്ല് തന്നെയായിരിക്കും. അപ്പം അതിന് ഗില്ലിന് കുറച്ചധികം എഫേർട്ട് ഇടേണ്ടതുണ്ട്. പ്ലേ ഓഫിന് മിനിമം എത്തേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെ 8ാം സ്ഥാനത്തൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ അത് അടുത്ത സീസണിലേക്ക് വരുമ്പോഴേക്ക് ഗുജറാത്തിൻ്റെ മാനേജ്മെൻറ്റിന് ചിലപ്പം ഒരു പുനർജന്മം നടത്തിയേക്കാം ഗില്ലിൻ്റെ ക്യാപ്റ്റൻസിയിൽ. കഴിഞ്ഞ 2 സീസണിൽ പിന്നെ ഫൈനലത്തെ ടീം പിന്നത്തെ 2 സീസണിൽ പരാജയപ്പെട്ട് പോയാൽ. അതുകൊണ്ട് പ്ലേ ഓഫ് ആദ്യത്തെ 4 സ്ഥാനം ഉറപ്പിക്കേണ്ടത് ഗില്ലിൻ്റെ പിന്നെ ഭാവി കൂടി ഒരു നിലനിൽപ്പിന് കൂടി ആവശ്യമാണെന്ന് കൂടി പറഞ്ഞു നോക്കേണ്ടി വരും. ഗില്ലിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനത്തിൽ നമുക്ക് ആശങ്കയുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കാര്യമായിട്ട് ഉണ്ട്. പക്ഷേ ബാറ്റിങ്ങിൽ നമുക്ക് ആശങ്കയില്ല, അദ്ദേഹം ബാറ്റ് ചെയ്യും. പക്ഷേ ക്യാപ്റ്റൻസിയിൽ എത്രത്തോളം ഗ്രൗണ്ടിൽ എത്രത്തോളം അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും വർക്കൗട്ട് ചെയ്യിക്കാൻ പറ്റുമെന്നുള്ളത് തെളിയിക്കേണ്ടതുണ്ട്. അത് ക്രൂഷ്യലാണ്. കാരണം ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനാണ്. ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ആകുമ്പോഴത്തേക്കും ബാറ്റിംഗ് സമ്മർദ്ദത്തെ അതിജീവിക്കണം. അപ്പം എന്നാണ് വെച്ചാലും ഗ്രൗണ്ടിൽ ഒരു വലിയൊരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഒരു പ്രകടനം പുറത്തെടുക്കേണ്ടി വരും. അതാണ് ഗില്ല് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം. കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.